കള്ളന്മാർക്ക് വിശുദ്ധരുണ്ടോ? അതായത് കള്ളന്മാരുടെ പേരിൽ വിശുദ്ധരുണ്ടോ? കാൽപ്പണിക്കാർക്കുണ്ട്, പെയിന്റേഴ്സിനുണ്ട്, പാട്ടുകാർക്കുണ്ട്, പള്ളിയിലച്ഛനുണ്ട്, പള്ളിയിലെ കപ്പിയാരനുണ്ട്, പള്ളിയിലെ ആൾത്താരപാലകരുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക്, അധ്യാപകർക്ക്, അങ്ങനെ ഒത്തിരി പേർക്ക് വിശുദ്ധരെ കൊടുക്കുമ്പോൾ, ആയിരക്കണക്കിന് വിശുദ്ധർ കത്തോലിക്ക സഭയിലുള്ളപ്പോൾ കള്ളന്മാർക്ക് പ്രത്യേകമായ ഒരു വിശുദ്ധൻ. ആരാണ് വിശുദ്ധൻ? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആരാന്നറിയോ? സെയിന്റ് ആന്റണി ആവും അല്ലേ? കാരണം എന്താണ്? കച്ചവടക്കാരും ചെറിയ ചെറിയ കള്ളത്തരം ചെയ്യുന്നവരും സെയിന്റ് ആന്റണിയുടെ രൂപമാണ്, സെയിന്റ് ആന്റണിയുടെ ഫോട്ടോയാണ് ആ കടയിലുണ്ടാകുന്നത്. അതുപോലെ ചില ഉടായ്പുകാരൊക്കെ സെയിന്റ് ആന്റണിയാണ് പിടിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധരുണ്ടാവും. ഇതങ്ങനെയല്ല, കള്ളന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തൊരു വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ പേര് നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹം തന്നെയാണ് ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ വിശുദ്ധൻ. അപ്പോൾ നിങ്ങൾ പറയും, ഏയ് അതല്ല, അത് സെയിന്റ് സ്റ്റീഫൻ ആണ്. എന്നാൽ ഒരു പരിശോധനകളും അത്ഭുതങ്ങളും കാനോനൈസേഷനുകൾ പോലും ഇല്ലാതെ വിശുദ്ധ പദവിയിലേക്ക് എത്തിയ വിശുദ്ധനാണ് ഇദ്ദേഹം. ആരാണ് ഇയാൾ? ഇദ്ദേഹത്തെ ഈശോ നേരിട്ടാണ് സ്വർഗം വാഗ്ദാനം ചെയ്തത്. വേറെ ആരെയും അങ്ങനെയല്ല. ഇത് സ്വന്തം നാവിനാൽ ആണ് അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് എടുത്തത്, വിശുദ്ധ പദവിയിലേക്ക് എടുത്തത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ? ഇദ്ദേഹമാണ് നല്ല കള്ളൻ എന്നറിയപ്പെടുന്നത്. അത് ബൈബിളിൽ നിന്നും പറയുന്നില്ല കേട്ടോ, സഭയിൽ പറയുന്നത്, പാരമ്പര്യം വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തു കുരിശിൽ കിടക്കുന്ന സമയത്ത് ആ നല്ല കള്ളന് വാഗ്ദാനം ചെയ്തു, നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കുന്നു. ആ വിശുദ്ധന്റെ പേരിലേക്കും കാരണങ്ങളിലേക്കും നമുക്കെത്താം. ആ നല്ല കള്ളനെ പരിചയപ്പെടാനായി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 23 അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം, ഈ നല്ല കള്ളന്റെ കാര്യം പറയുന്നത്. നല്ല കള്ളന്റെ പേര് ഡിസ്മസ്, സെയിന്റ് ഡിസ്മസ് എന്നാണ്. അദ്ദേഹത്തെ പശ്ചാത്തപിച്ച കള്ളൻ, ഗുഡ് തീഫ്, പെനിറ്റന്റ് തീഫ് എന്നാണ് അവതരിപ്പിക്കുന്നത്. ഡിസ്മസ് എന്ന പേര് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പല പേരുകളും വന്നിരിക്കുന്നത് ബൈബിളിലില്ലെങ്കിൽ നാം എങ്ങോട്ട് പോകണം? അപ്രമാണിക ഗ്രന്ഥങ്ങളിലേക്ക് പോകണം. പല പല കാര്യങ്ങളും നമ്മിൽ എത്തുന്നത് അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ്. മാതാവിന്റെ ലൈഫ് വരുന്നത് എങ്ങനെയാണ്? അപ്രമാണിക ഗ്രന്ഥമാണ്. തോമസിനെ പറ്റി കൂടുതലായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഔസേപ്പിതാവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും ബൈബിളിലില്ല. ബൈബിളിൽ വളരെ കുറച്ച് വാക്യങ്ങളിലാണ് അവരൊക്കെ പറയുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് അപ്രമാണിക ഗ്രന്ഥങ്ങളാണ്. എന്താണ് അപ്രമാണിക ഗ്രന്ഥങ്ങൾ? എന്താണ് പ്രമാണിക ഗ്രന്ഥങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ നൽകാം. ക്രിസ്തുവിന്റെ ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട ഗോസ്പൽ ഓഫ് നിക്കോദേമോസ്, അതായത് ഈ നിക്കോദേമോസിന്റെ സുവിശേഷം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ലല്ലോ. തോമസിന്റെ സുവിശേഷം കേട്ടിട്ടുണ്ടോ? അങ്ങനെ യാക്കോബിന്റെ സുവിശേഷം കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട് 10-50ഓളം സുവിശേഷങ്ങള് അപ്രമാണികമായത്. 4 സുവിശേഷമാണ് പ്രമാണികമായത്. ഈ അപ്രമാണിക ഗ്രന്ഥമായ ഗോസ്പൽ ഓഫ് നിക്കോദേമോസ്, നിക്കോദേമോസിന്റെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തെ ഡിസ്മസ് എന്ന് പറയുന്നത്. മറ്റേ കള്ളനെ പറയുന്നതാണ് ഗസ്റ്റസ്. 2 കള്ളന്മാരുടെ പേര് കിട്ടിയില്ലേ? ഒരു കള്ളന്റെ പേരെന്താണ്? നല്ല കള്ളന്റെ പേര് ഡിസ്മസ് എന്നും മറ്റേ കള്ളന്റെ പേര് ഗസ്റ്റസ് എന്നും. ഈ പേരുകളാണ് പിന്നീട് ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ വ്യാപകമായി സ്ഥിരീകരിക്കപ്പെട്ടത്. പിന്നെ മറ്റൊന്നിൽ ഈ ഡിസ്മസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അറബിക് ഇൻഫാൻസി ഗോസ്പൽ എന്ന അപ്രമാണിക ഗ്രന്ഥങ്ങളിലും ഇവരെ പറ്റി പറയുന്നുണ്ട്.
ഈജിപ്തിലേക്ക് പാലായന വേളയിൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയെ കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഈ കള്ളന്മാര് ഔസേപ്പിതാവിനെ ഉണ്ണീശോയെ കണ്ടുമുട്ടിയതായിട്ടാണ് ആ ഗോസ്പൽ അല്ലെങ്കിൽ ആ സുവിശേഷത്തിൽ പറയുന്നത്. അറിയില്ല, ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് എവിടെ നിന്നോ കേട്ടതോ അല്ലെങ്കിൽ പാരമ്പര്യമായി വാഗ്മൊഴിയായി കൈമാറി കിട്ടിയതോ ആകാം. ചിലപ്പോൾ ചിലരൊക്കെ കൂട്ടി പറയില്ലേ, ഇന്നവരെ ഇന്നടത്ത് വെച്ചുകൊണ്ടു, ഇന്നവരെ ഇന്നടത്ത് ചെയ്തുകൊണ്ടു, ആ ഒരു രീതിയിലാകാം ചിലപ്പോൾ. അപ്രമാണിക ഗ്രന്ഥങ്ങളായ ഈ രണ്ട് സുവിശേഷങ്ങളെ വിട്ടുകൊണ്ട് ഞാൻ ഇനി പ്രമാണിക ഗ്രന്ഥങ്ങളിലേക്ക് വരികയാണ്. പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ 3 സുവിശേഷങ്ങളിലും വിശുദ്ധ ലൂക്ക പറയുന്നത് പോലെ വിശദമായി പറയുന്നില്ല. അവരുടെ സംഭാഷണങ്ങളും പറയുന്നില്ല. വിശുദ്ധ മത്തായിലും വിശുദ്ധ മർക്കോസിലും പറയുന്നത് 2 കള്ളന്മാരും ക്രിസ്തുവിനെ പരിഹസിച്ചെന്നാണ്. അവർ കള്ളന്മാരാണെന്നും പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എന്താ പറയുന്നത്? 2 പേരോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ആ 2 പേര് കുറ്റവാളികളാണ് എന്ന് ആ കൺസെപ്റ്റിൽ നമുക്കറിയാം. കുറ്റവാളിയല്ലാത്തയാളെ കുരിശിൽ തറക്കില്ല. വിശുദ്ധ മത്തായിയും മർക്കോസും ലൂക്കോസും പറയുന്നത് പോലെ കള്ളന്മാരുടെ നടുവിലാണ് ക്രിസ്തു, അല്ലേ? അതുപോലെ വിശുദ്ധ യോഹന്നാൻ 2 പേരുടെയും കൂട്ടത്തിൽ എന്ന രീതിയാണ് പറഞ്ഞത്. ഞാൻ ഒരു കള്ളനായിട്ട് നിങ്ങളുടെ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു കള്ളൻ പറയുകയാണ്, കുരിശിൽ തൂക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളിൽ ഒരുവൻ പറയുകയാണ്, ക്രിസ്തുവിനെ ദുഷിച്ചുകൊണ്ട് പറയുകയാണ്, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. മറ്റേ കള്ളൻ അപ്പോൾ പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവൻ ഒരു തെറ്റും ചെയ്തില്ല. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് പറയുകയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിൽ ആയിരിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 40 വരെ വാക്യങ്ങളിലെ സംഭാഷണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞിടയ്ക്ക് POC പുതിയ ബൈബിൾ ഇറക്കി. നിങ്ങൾ അറിഞ്ഞു കാണും, ശ്രദ്ധിച്ചു കാണും. കാര്യം എന്താണ്? പഴയ ബൈബിളിൽ 1981 ഇറങ്ങിയ ബൈബിളില്, സമ്പൂർണ്ണ ബൈബിളില് കൃത്യമായ മൂലാർത്ഥങ്ങളുടെ തർജ്ജിമയല്ല, ചിലതിലെങ്കിലും ചില വാക്കുകളിലെങ്കിലും എന്നത് കൊണ്ട് തന്നെയാണ് ആ മൂലാർത്ഥങ്ങളിൽ ചെറിയ വേരിയേഷൻ വരുത്തിക്കൊണ്ട് തനതായ അർത്ഥം അതിൽ വരുന്നത്. അതെ, ഇവിടെയും ലെസ്റ്റൈ എന്ന ഗ്രീക്ക് പദം നാം മോഷ്ടാവ് എന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത്, അല്ലേ? കള്ളൻ എന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അതിന് മറ്റർത്ഥങ്ങളും കൂടി ഉണ്ട് എന്നറിയുക. കുറച്ചക്കാരൻ, പിടിച്ചുപറിക്കാരൻ, ആയുധധാരി, കൊള്ളക്കാരൻ, കലാപകാരി എന്നീ അർത്ഥങ്ങളും കൂടി ആ ലെസ്റ്റൈ എന്ന മൂലപദത്തിനുണ്ട് എന്നത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നാം കുരിശ് മരണത്തിന് അവർ യോഗ്യരാണോ എന്നറിയുന്നത്. റോമാക്കാർ ഒരിക്കലും മോഷ്ടാക്കൾക്ക് കുരിശുമരണം കൊടുക്കില്ല. പിന്നെ എങ്ങനെയാണ് കള്ളന് അവിടെ കുരിശുമരണം കൊടുക്കുന്നതായിട്ട് ബൈബിളിൽ വരുന്നത്? ബൈബിൾ എഴുതിയിരിക്കുന്നതിനെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ പിന്നീട് തരാം. അപ്പോ നാം മനസ്സിലാക്കുക, അത് കള്ളന്മാർ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. റോമാക്കാർ കുരിശുമരണം കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? രാജ്യദ്രോഹികൾക്കാണ്, കലാപകാരികൾക്കാണ്, ആയുധധാരിയ കൊള്ളക്കാർക്കാണ്, കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റവാളികൾക്കാണ്, അടിമകളുടെ കലാപത്തിൽ പങ്കെടുത്തവർക്കാണ്. റോമ സാമ്രാജ്യത്തിനെതിരെ ശക്തിയും അക്രമവും വാളും ഉപയോഗിച്ച്
എതിർക്കുന്നവർക്കാണ്. അപ്പോൾ അവർ മോഷ്ടാവല്ല, കള്ളന്മാരല്ല. ഞാൻ ബൈബിളിലെ കാര്യങ്ങൾ മറിച്ച് പറയുന്നതല്ല, ബൈബിളിൽ പറയുന്ന ലെസ്റ്റയോട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്കിതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാനിതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി തപ്പിയെടുത്ത് നിങ്ങൾക്കായി നൽകുന്നത്. യേശുവിൻ്റെ കാലത്ത് ബറാബാസ് എന്ന വ്യക്തിയെക്കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം കലാപത്തിലും കൊലപാതകത്തിലും പങ്കാളിയായിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 15-7 പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെ ആയിരിക്കുമെന്ന് പല ഗവേഷകരുടെയും ബൈബിൾ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പൊ ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ആര് പറഞ്ഞു? യഹൂദ പ്രമാണിമാർ അല്ലേ, യഹൂദ പുരോഹിതന്മാർ അവരെ കൊണ്ട് പറയിച്ചു. ഒരു നിരപരാധിയെ ക്രൂശിലേറ്റാൻ വേണ്ടി, ഒരു നിരപരാധിയെ ശിക്ഷ വിധിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചു അവര് അല്ലേ, ഒത്തിരി ജനങ്ങളെ. ഇന്ന് നടക്കുന്ന നമ്മുടെ ലോകത്ത് ഇതെല്ലാം. എത്ര നല്ല മനുഷ്യരെയും ക്രൂശിലേറ്റാൻ ഒരാൾ വിചാരിച്ചാൽ മതി. അതായത് കയ്യഫാസ് വിചാരിച്ചാൽ മതി. കയ്യഫാസിനെ പോലെ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ പല പല തലങ്ങളിലുണ്ട് എന്നറിയുക. യേശുവിനൊപ്പം ക്രൂശിക്കപ്പെട്ടവര് ഇത്തരത്തിലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബൈബിൾ അവരുടെ കൃത്യമായ കുറ്റം പറയുന്നില്ല. ആയതിനാൽ അവർ തീർച്ചയായും കലാപകാരികൾ തന്നെയായിരുന്നു എന്ന് എനിക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പറയാൻ കഴിയുന്നത് ഇത്രമാത്രം: വെറും ചെറിയ മോഷണത്തിന് കുരിശുമരണം നൽകാറില്ലായിരുന്നു അവർ. ആയതിനാൽ ഗുരുതര കുറ്റവാളികളായിരിക്കാനാണ് സാധ്യതയെന്ന്. അവിടെ കൃത്യമായ കുറ്റം എന്താണെന്ന് ആരും പറയുന്നില്ല. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു സൂചന നമുക്ക് ശ്രദ്ധേയമാണ്. മാനസാന്തരപ്പെട്ട കള്ളൻ പറയുന്നു, നാം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്, എന്നാൽ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 23-44. ഇതിൽ നിന്ന് താൻ ചെയ്ത കുറ്റം ഗുരുതരമാണെന്നും ക്രൂശ് മരണം ശിക്ഷ അർഹിക്കുന്നതാണെന്നും അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നതായി കാണാം. നിങ്ങൾ പലപ്പോഴും പണ്ടത്തെ പല കലണ്ടറിലും എനിക്ക് വളരെ വിഷമം ഉണ്ടാകാറുണ്ട് കാണുമ്പോൾ. ക്രിസ്തുവിന്റെ രൂപം കുരിശ് ഇട്ട് വെച്ചിരിക്കുന്നു, ഇരുമ്പാണികൾ തറച്ചിരിക്കുന്നു. എന്നാൽ കള്ളന്മാർ രണ്ടുപേരും എങ്ങിട്ടിരിക്കുന്നത് കയർ കൊണ്ട്. അത് ക്രിസ്തുവിന്റെ മരണത്തെ മഹത്വീകരിക്കുകയാണ്, നമ്മളെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിക്കാനാണ്. സത്യത്തിൽ അങ്ങനെയാണോ? ആ ഇരുമ്പാണിയിൽ തന്നെയാണ് അവരെ തറച്ചിരിക്കുന്നത്. അവര് നല്ല ആരോഗ്യമുള്ളത് കൊണ്ട്. ക്രിസ്തുവിനില്ല അല്ലേ? എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്? ദുഃഖ വ്യാഴാഴ്ച ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം പോലും ഇറക്കുന്നത് കുരിശിൽ കിടക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ അവർ ആരോഗ്യമുള്ളപ്പോ അവരുടെ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ക്രിസ്തുവിന്റെ വെള്ളം വരെ, രക്തവും വെള്ളം വരെ ഒലിച്ച് പോയിട്ടാണ് മരണം സംഭവിക്കുന്നത്. കുരിശുമരണത്തെ പറ്റി ചരിത്രങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ്. ഞാൻ വീണ്ടും വരികയാണ്. സഭ ഇദ്ദേഹത്തെ എപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഭ അദ്ദേഹത്തെ പ്രത്യേകമായി കാനോനൈസ് ചെയ്യാതെ തന്നെയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. യേശുക്രിസ്തു തന്നെ കുരിശിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ആയിരിക്കുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 23-41. ഈ വാക്കുകളെ അടിസ്ഥാനമാക്കിയാണ് സഭ ആദിമകാലം മുതൽ അദ്ദേഹത്തെ സ്വർഗസ്ഥനായ വിശുദ്ധനായി ആദരിച്ചു വരുന്നത്. ആയതിനാൽ അദ്ദേഹത്തിന് പിന്നീട് പ്രത്യേകം കാനോനൈസേഷന്റെ നടപടികൾ ആവശ്യമില്ലായിരുന്നു. ഇനി നമുക്ക് ചിന്തിക്കാം, ഈ വിശുദ്ധ ഡിസ്മസ് എന്തുകൊണ്ടാകും ഇത്രയധികം പ്രത്യേകതയുള്ള വിശുദ്ധനായത്? യേശു നേരിട്ട് സ്വർഗപ്രവേശനം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലെ
ആത്മാർത്ഥമായ മാനസാന്തരം ദൈവം സ്വീകരിക്കുമെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഡിസ്മസിന്റെ സ്വർഗപ്രവേശന വാഗ്ദാനം. തടവുകാരുടെയും മരണശിക്ഷ അനുഭവിക്കുന്നവരുടെയും അവസാന നിമിഷത്തിൽ മാനസാന്തരപ്പെടുന്നവരുടെയും മധ്യസ്ഥ വിശുദ്ധനായി കൂടി ആദരിക്കപ്പെടുകയാണ്. ആയതിനാൽ വിശുദ്ധ ഡിസ്മസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരുണയ്ക്കായി ഒരിക്കലും വൈകിപ്പോയിട്ടില്ല. എന്നാൽ മാനസാന്തരം നാളത്തേക്ക് മാറ്റിവെക്കുകയും അരുത് എന്നൊരു വലിയ സത്യമാണ്. ഈ ഡിസ്മസിന്റെ നാമധേയത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും പള്ളിയുണ്ടോ? ഏതെങ്കിലും ഇടവകയുണ്ടോ? ഇല്ല. കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. എന്നാൽ വിദേശത്ത് 6ഓളം പള്ളികളുണ്ട്. അമേരിക്കൻ 3 പള്ളികൾ സെന്റ് ഡിസ്മസിന്റെ പേരിലുണ്ട്. ഫിലിപ്പൈൻസിലെ 3 പള്ളികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. കൂടാതെ ലോകത്തിലെ പല രാജ്യങ്ങളിലും സെയിന്റ് ഡിസ്മസ് ചാപ്പൽ എന്ന പേരിൽ ജയിലുകളോടനുബന്ധിച്ച് ചാപ്പലുകളും തടവുകാരുടെ ശുശ്രൂഷ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെയും കേരളത്തിലും ഉണ്ടാകാം. വിശുദ്ധ ഡിസ്മസിന്റെ ജീവിതം ചിലരിലെങ്കിലും തെറ്റായ ചിന്തകൾ കൊണ്ടുവരുന്നുണ്ടാകാം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇടയാട്ട് ജോർജറ്റിന്റെ കാര്യം മറ്റൊരു വീഡിയോയിൽ തന്നതാണത്. അതിൽ അദ്ദേഹം ചിന്തിച്ചത് ഈ ഡിസ്മസിന്റെ കാര്യം തന്നെയാണ്. കള്ളന്മാരുടെ വിശുദ്ധൻ അദ്ദേഹം പറയാതെ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ തിരക്കഥാകൃത്ത് അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. അത് അവരുടെ ഭാഗത്തേക്ക് വലിച്ചെടുപ്പിക്കും. ചിലർ കണ്ടില്ലേ, അവര് ദൈവവചനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കും. എന്ത് നല്ല ദൈവവചനമാണെങ്കിലും, ഏത് നല്ല ലക്ഷ്യമുള്ള അർത്ഥമുള്ള ദൈവവചനമാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായ രീതിയിൽ വളച്ചൊടിച്ചെടുക്കുന്ന ഒത്തിരി വിദ്വാന്മാരും വിദുഷികളും നമ്മൾക്കുണ്ട്. ഏത് പാപാവസ്ഥയിലും ജീവിച്ചാലും അവസാനം മാനസാന്തരപ്പെട്ടാൽ മതിയോ സ്വർഗം ലഭിക്കാൻ? നിങ്ങൾ ചിന്തിക്കും, എത്ര കൊടിയ പാപം ചെയ്തിട്ടും സുഖിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം മാനസാന്തരപ്പെട്ടാലും സ്വർഗം കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോഴേ ഇങ്ങനെ ജീവിക്കുന്നത്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നത്, പീഡനങ്ങളേറ്റ് ജീവിക്കുന്നത്, പ്രാർത്ഥനകൾ കൊണ്ട് ജീവിക്കുന്നത്, വിശുദ്ധ കുർബാന കൊണ്ട് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. അങ്ങനെ ഈ പ്രത്യാശയിൽ, അതായത് അവസാന കാലത്ത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന പ്രത്യാശയിൽ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ ഒത്തിരിയാണ്. പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം തങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടും. അതുകൊണ്ട് അവര് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടും. ചിലര് കുമ്പസാരിച്ചിട്ടും അത് തുടരും. ഒത്തിരി പേരെ വഞ്ചിച്ചുകൊണ്ട്, ഒത്തിരി പേരെ ിച്ചുകൊണ്ട്, ഒത്തിരി പേരെ ദ്രോഹിച്ചുകൊണ്ട്, ഭക്തി കാണിച്ചുകൊണ്ട്, എല്ലാവരുടെ മുന്നിൽ ഭക്തി കാണിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ പോയി എല്ലാ പ്രമാണങ്ങളെയും പന്താടിക്കൊണ്ട് പാപക്കറകൾ ഏറ്റേറ്റ് ആ സ്വർഗത്തിനായി മിഥ്യയിലൂന്നിയ ജീവിതം നയിച്ച് എപ്പോഴും കരുതുന്നു എന്നറിയുമ്പോഴും കാത്തുവച്ചിരിക്കുന്ന ദുരിതമറിയാതെ പോകരുതേ നിങ്ങൾ. ദൈവം നിങ്ങളെ കരുതുന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട് ഒരു ദുരിതം. അത് നാം ഇവിടെയല്ലെങ്കിൽ അങ്ങേ ലോകത്ത് അനുഭവിക്കേണ്ടി വരും. അബ്രഹാത്തിന്റെ മടിയിൽ കിടക്കുന്ന ലാസറിന്റെ രൂപം നമ്മൾ കണ്ടിട്ടില്ലേ ചില പടങ്ങളിലൊക്കെ? അപ്പോ ധനവാൻ നരകത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ആ ലാസറിനെ ഭൂമിയിലേക്ക് വിടൂ, എന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക്, അവരോട് പറയട്ടെ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാകണമെന്ന്. അതെ, അതുപോലെ തന്നെയാണ് നമ്മളും നരകത്തിൽ ചെന്ന് അനുഭവിക്കുന്നത്. ഈ ലോകത്ത് സുഖം അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് നിത്യനരകമാണെന്നാണ് നമ്മുടെ
സഭ പറയുന്നത്. കഴിഞ്ഞ കാലമല്ല, അവസാന നിമിഷത്തിലെ മാനസാന്തരമാണ് ആ കള്ളനെ, ആ കുറ്റവാളിയെ സ്വർഗത്തിലേക്ക് നയിച്ചത്. അയാൾ അതുവരെ ചെയ്തിരുന്ന പാതകങ്ങളല്ല, ആ നിമിഷത്തെ മാനസാന്തരം അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്തതായിട്ടാ പറയാ. തൻ്റെ പാപം സമ്മതിച്ചു, പശ്ചാത്താപമുണ്ടായി. ഇന്ന് പലർക്കും, പല തെറ്റുകൾ ചെയ്യുന്നവർക്കും പശ്ചാത്താപമില്ല. യേശുവിന്റെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞു, യേശുവിൽ പ്രത്യാശ അർപ്പിച്ചു. അതുകൊണ്ടാണ് സഭ ഈ സംഭവത്തെ ദൈവകരുണയുടെ ശക്തമായ സാക്ഷ്യമായി കാണുന്നത്. കുരിശിൽ തൂങ്ങിയിരുന്ന ആ മനുഷ്യന്റെ ഭൂതകാലം എത്ര ഇരുണ്ടതായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ദൈവകൃപയ്ക്ക് ഒരു മനുഷ്യന്റെ ഭൂതകാലത്തേക്കാൾ ശക്തിയുണ്ട്. ജീവിതം മുഴുവൻ പാപത്തിൽ കഴിഞ്ഞവനായിരിക്കാം ഒരുപക്ഷെ, എന്നാൽ യഥാർത്ഥ മാനസാന്തരത്തിൽ ഒരു നിമിഷം പോലും അവൻ ദൈവത്തെ അവഗണിച്ചില്ല. അതാണ് നല്ല കള്ളൻ എന്ന വിശേഷണത്തിന്റെ യഥാർത്ഥ അർത്ഥം. അയാൾ പാപം ചെയ്തിട്ടില്ലാത്തവനായിരുന്നു എന്നല്ല, അവസാനം ദൈവകൃപയോട് തുറന്ന മനസ്സോടെ പ്രതികരിച്ചവനാണ്. നല്ല കള്ളനാകാൻ അല്ല വിശുദ്ധ ഡിസ്മസിന്റെ മാധ്യസ്ഥം നാം തേടേണ്ടത്. തെറ്റുകളിൽ നിന്നുള്ള തിരിച്ചറിവും തിരിച്ചു വരവുമാണ് മാനസാന്തരത്തിലൂടെ ദൈവാശ്രയത്തിലും ദൈവത്തിങ്കിലേക്കും തിരിയുന്ന മനസ്സിന് വേണ്ടിയാകണം ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കേണ്ടതും. സാധാരണയായി ഈ ഉദ്ദേശങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥങ്ങൾ തേടുക. അവസാന നിമിഷത്തിലെ നല്ല മരണം, ദാറ്റ് ഈസ് ഹാപ്പി ഡെത്ത്. പാപിയുടെ മാനസാന്തരത്തിന്, സഭയിൽ നിന്ന് അകന്നുപോയവർക്ക് കുമ്പസാരത്തേക്ക് മടങ്ങി വരാനുള്ള കൃപ ലഭിക്കാൻ, തടവുകാരുടെയും ജയിലിലുള്ളവരുടെയും ആത്മീയ ജീവിതപരമായ നവീകരണത്തിന്, മരണശിക്ഷ അനുഭവിക്കുന്നവർക്കും ഗുരുതര കുറ്റങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടാൻ, ദൈവത്തിന്റെ അളവറ്റ കാരുണ്യത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ വിശുദ്ധ ഡിസ്മസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഒരു പാപിയും ദൈവത്തിന്റെ കരുണയ്ക്ക് അപ്പുറമല്ല. എന്നാൽ മാനസാന്തരം നാളേക്ക് മാറ്റിവെക്കരുത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ ചെയ്തവർക്ക് വേണ്ടിയും അവസാന നിമിഷത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടവർക്ക് വേണ്ടിയും മരണസന്നരായവർക്ക് വേണ്ടിയും അദ്ദേഹത്തോട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കുക. നമുക്ക് വിശുദ്ധ ഡിസ്മസിനോടുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന, കത്തോലിക്ക സഭയിൽ ഈ പ്രാർത്ഥനയുണ്ട്. അത് നമ്മളൊന്നും ചൊല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന നിങ്ങളൊന്ന് കേൾക്കുക. വിശുദ്ധ ഡിസ്മസേ, യേശുവിൻ്റെ അനന്ത കാരുണ്യത്തിൽ വിശ്വസിച്ച് അവസാന നിമിഷത്തിൽ രക്ഷ പ്രാപിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യമായ മാനസാന്തരവും മരണവേളയിൽ ദൈവകൃപയും ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിലൂടെ. ഏവർക്കും നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.